ആദ്യം ഒരു 3-4 മിനിറ്റ് കീർത്തനം ചെയ്യാം. कुंज बिहारी जय राधा माधवा कुंज बिहारी जय गोपी जनवल्लभा जय गिरिवरधारी जय गिरिवरधारी जय गोपी जनवल्लभा जय गिरिवरधारी जय गिरिवरधारी यशोदनंदन व्रज जनरंजन यशोदनंदन व्रज जनरंजन यमुना तीरा वनचारी यमुना तीरा वनचारी जय राधा माधवा जय कुंज बिहारी जय कृष्ण चैतन्य प्रभु नित्यानंद श्री अद्वैता गदाधर श्रीवासादि गौरभक्तवृंद जय श्री कृष्ण चैतन्य प्रभु नित्यानंद गदाधर श्रीवासादि हरे कृष्णा 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 हरे 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 राम राम हरे कृष्णा कृष्णा हरे 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 राम 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 कृष्ण बलराम कृष्ण बलराम जय कृष्ण जय गौरानिताय गौरानिताय जय गौरानिताय बलराम की जय, श्री जगन्नाथ बलदेव सुभद्रा दर्शन की जय, श्री गौरताई की जय, श्री प्रभुपाद श्री गुरुदेव की जय। हरे कृष्ण मधु जी। ഹരേ കൃഷ്ണ കേൾക്കാൻ പറ്റുന്നുണ്ടോ? കേൾക്കാം മാതാജി, കേൾക്കാം. വെയിറ്റ് ചെയ്യണോ അതോ സ്റ്റാർട്ട് ചെയ്യണോ? ആ 2 മിനിറ്റ് എല്ലാവരും കയറും മാതാജി. ഓക്കെ.
വീഡിയോ ഇടാൻ ബുദ്ധിമുട്ടില്ലാത്തവർക്ക് വീഡിയോ ഇടാം. നമ്മൾ ഡിസ്കസ് ചെയ്തുകൊണ്ടിരിക്കുന്നത് സദ്ഗുണങ്ങളെ കുറിച്ചാണ്. ആദ്യത്തെ 2 സെഷനിൽ നമ്മൾ ഡിറ്റർമിനേഷനെ കുറിച്ചും ആദ്യത്തെ ക്ലാസ്സിൽ നമ്മൾ ഡിറ്റർമിനേഷനെ കുറിച്ചും പിന്നെ സ്പിരിച്വൽ വിഷനെ കുറിച്ചാണ് ഡിസ്കസ് ചെയ്തത്. ഇന്ന് കൈൻഡ്നെസ്സിനെ കുറിച്ചാണ് സംസാരിക്കാൻ പോകുന്നത്. ഇന്നത്തെ ശ്ലോകം നമുക്ക് ഒരിക്കൽ വായിച്ചു നോക്കാം. താല്പര്യമുള്ളവർക്ക് കൂടെ പറയാം. അദ്വേഷ്ട അദ്വേഷ്ട സർവ സർവ ഭൂതാനാം ഭൂതാനാം അദ്വേഷ്ട അദ്വേഷ്ട സർവ സർവ ഭൂതാനാം ഭൂതാനാം മൈത്രഃ മൈത്രഃ കരുണ കരുണ ഏവ ച ഏവ ച മൈത്രഃ മൈത്രഃ കരുണ കരുണ ഏവ ച ഏവ ച നിർമമോ നിർമമോ നിരഹങ്കാരഃ നിരഹങ്കാരഃ നിർമമോ നിർമമോ നിരഹങ്കാരഃ നിരഹങ്കാരഃ സമദുഃഖ സമദുഃഖ സുഖക്ഷമി സുഖക്ഷമി സമദുഃഖ സമദുഃഖ സുഖക്ഷമി സുഖക്ഷമി അദ്വേഷ്ട സർവഭൂതാനാം അദ്വേഷ്ട സർവഭൂതാനാം മൈത്രഃ കരുണ ഏവ ച മൈത്രഃ കരുണ ഏവ ച നിർമമോ നിരഹങ്കാരഃ നിർമമോ നിരഹങ്കാരഃ സമദുഃഖ സുഖക്ഷമി. സമദുഃഖ സുഖക്ഷമി. ശ്ലോകം പറയാൻ ആർക്കെങ്കിലും ഇൻട്രസ്റ്റ് ഉണ്ടെങ്കിൽ പറയാം. അന്നയ്ക്ക് പറയണോ ശ്ലോകം? ഹരേ കൃഷ്ണ മാതാജി, ഇപ്പൊ കേറിയുള്ളൂ ഞാൻ. സോറി മാതാജി. 12.13 ആണ്. 12th chapter 13th ശ്ലോകം. ശ്ലോകം ഏതാ മാതാജി? 13th ശ്ലോകം, 12th ചാപ്റ്ററിലെ 13th ശ്ലോകം. അദ്വേഷ്ട സർവഭൂതാനാം അദ്വേഷ്ട സർവഭൂതാനാം മൈത്ര 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 കരുണ ഏവ ച നിർമമോ നിർമമോ നിരഹങ്കാര സമദുഃഖ സുഖക്ഷമി. താങ്ക് യു അന്നേ. വേറെ ആർക്കെങ്കിലും പറയണം താല്പര്യമുണ്ടോ? മാതാജി ഞാൻ പറയട്ടെ. പറയൂ. അദ്വേഷ്ട സർവഭൂതാനാം മൈത്രഃ കരുണ ഏവ ച മൈത്രഃ കരുണ ഏവ ച നിർമമോ നിരഹങ്കാരഃ നിർമമോ നിരഹങ്കാരഃ സമദുഃഖ സുഖക്ഷമി. സമദുഃഖ സുഖക്ഷമി. അദ്വേഷ്ട സർവഭൂതാനാം മൈത്ര കരുണ ഏവ ച നിർമമോ നിരഹങ്കാരഃ സമദുഃഖ സുഖക്ഷമി. നമുക്ക് ഈ ശ്ലോകത്തിൽ പറയുന്നതിനെ കുറിച്ച് നമുക്ക് ഡിസ്കസ് ചെയ്യാം. ഇതിൽ കൈൻഡ്നെസ്സിനെ കുറിച്ച്, കരുണയെ കുറിച്ചാണ് പറയുന്നത്. സാധാരണ നമ്മള് മറ്റുള്ള നമ്മുടെ ഫ്രണ്ട്സുമായിട്ടും നമ്മുടെ കൂടെയുള്ള റിലേറ്റീവ്സുമായിട്ടും എല്ലാവരുമായിട്ടും നമ്മൾ കൈൻഡ് ആയിട്ട് ബിഹേവ് ചെയ്യാനാണ് ശ്രമിക്കുന്നത്. ഇന്ന് നമ്മൾ ആ ഒരു കൈൻഡ്നെസ്, ആ ഒരു ക്വാളിറ്റിയെ കുറിച്ചാണ് സംസാരിക്കാൻ പോകുന്നത്.
ഈ ഒരു ശ്ലോകത്തിൽ പറയുന്നത് വെച്ച് നമ്മൾ എല്ലാവരോടും, എല്ലാ ലിവിങ് എൻറ്റിറ്റീസിന്റെ അടുത്തും, ഹ്യൂമൻ അല്ലെങ്കിലും മൃഗങ്ങളാണെങ്കിലും എല്ലാവരോടും കരുണ ആ ഒരു ഭാവത്തോടു കൂടി പെരുമാറണം എന്നാണ് ഭഗവാൻ പറയുന്നത്. എന്നിട്ട് ആ കൈൻഡ് ആയിട്ടും കമ്പാഷനേറ്റ് ഉള്ള ആൾക്കാർ എല്ലാവരോടും ഫ്രണ്ട്ലി ആയിട്ടും പെരുമാറുകയും ചെയ്യും. അവര് ആരുടെ അടുത്തും ഈഗോ വെച്ചിട്ട് പെരുമാറില്ല, അഹങ്കാരത്തോടെയോ ഒന്നും പെരുമാറില്ല. അങ്ങനെയുള്ള ആൾക്കാർക്ക് എല്ലാ സിറ്റുവേഷനിലും സന്തോഷമായിട്ട് ഈക്വൽ ആയിട്ട് ഇരിക്കാൻ പറ്റും. സന്തോഷമുള്ള കാര്യമാണെങ്കിലും ദുഃഖമുള്ള കാര്യം നടക്കുമ്പോഴും അതിന് ഈക്വൽ ആയിട്ട് അക്സെപ്റ്റ് ചെയ്യാൻ പറ്റും എന്നാണ് ഈ ശ്ലോകത്തിൽ പറയുന്നത്. അപ്പൊ അതിനെക്കുറിച്ചുള്ള 2 സ്റ്റോറീസ് നമുക്കിന്ന് കേൾക്കാം. ഒന്ന് കിങ് ദിലീപനെ കുറിച്ചാണ്. ദിലീപ എന്ന് പറഞ്ഞൊരു രാജാവ് എങ്ങനെയാണ് ഒരു കൗവിനെ പ്രൊട്ടക്ട് ചെയ്തത് എന്നുള്ളതാണ് ഇവിടെ പറയുന്നത്. ദിലീപ് എന്ന് പറഞ്ഞ രാജാവ് രഘുവംശത്തില് പെട്ട ആരെങ്കിലും അറിയാമോ? രഘുവംശത്തില് ഫേമസ് ആയിട്ടുള്ള ഒരു കിങ്ങിനെ കുറിച്ച് പറയാൻ പറ്റുമോ? അനൈ കേൾക്കുന്നുണ്ടോ? അനൈ രഘുവംശത്തില് രാമചന്ദ്രൻ വന്ന അതേ വംശത്തിലുള്ള ഒരു രാജാവായിരുന്നു ദിലീപ് എന്ന് പറഞ്ഞൊരു രാജാവ്. അദ്ദേഹം ഒരിക്കൽ ഇന്ദ്രനെ കാണാനായിട്ട് പോകും. അങ്ങനെ ഇന്ദ്രനെ കണ്ട് തിരിച്ചു ഭൂമിയിലേക്ക് വരുന്ന വഴി അദ്ദേഹം കാമധേനു എന്ന് പറഞ്ഞ പശുവിനെ പാസ് ചെയ്യും. പക്ഷെ തിരക്കിട്ട് പോവായിരുന്നുകൊണ്ട് അദ്ദേഹം ആ പശുവിനെ നോട്ടീസ് ചെയ്യില്ല. അതെ, സാധാരണ നമ്മളിപ്പോ ഡിവോട്ടീസിനെയോ അല്ലെങ്കിൽ നമ്മള് റെസ്പെക്ടബിൾ ആയിട്ട് ഉള്ള പൊസിഷനിലുള്ള ആരെങ്കിലും കാണുകയാണെങ്കിൽ നമ്മൾ അവർക്ക് റെസ്പെക്ട്സ് ഓഫർ ചെയ്യണം. അങ്ങനെ പക്ഷെ ഇദ്ദേഹം അതൊന്നും ചെയ്യാതെ കാമധേനുവിനെ കാണാത്തത് കൊണ്ട് അദ്ദേഹം അതുവഴി നടന്നു പോകും. പക്ഷെ കാമധേനുവിന് അത് വിഷമമായി. അത് ആ ഒരു വിഷമം കാരണം കാമധേനു ഈ രാജാവിനെ ശപിക്കും. അദ്ദേഹത്തിന് മക്കളില്ലാതെ പോട്ടെ എന്ന് ശപിക്കും. അങ്ങനെ പക്ഷെ ഈ രാജാവ് ഇത് അറിയുന്നില്ല. കുറെ വർഷം ഇതറിയാതെ അദ്ദേഹം ജീവിക്കുകയാണ്. അപ്പൊ ആ ഒരു സമയത്ത് അദ്ദേഹത്തിന്റെ മക്കളില്ലാതെ വരുന്ന ഒരു വിഷമം വരുന്ന സമയത്ത് അദ്ദേഹത്തിന്റെ ഗുരുവിന്റെ അടുത്ത് പോയിട്ട് ചോദിക്കും, ഇത് എന്തുകൊണ്ടാണ് എനിക്ക് മോനെ കിട്ടാതെ പോയത് എന്ന് ചോദിക്കുന്ന സമയത്ത് ഗുരു ധ്യാനിച്ചിട്ട് ഇങ്ങനെ പറയും, അങ്ങ് ഇതേപോലെ കുറെ നാള് മുമ്പ് കാമധേനു എന്ന് പറഞ്ഞ പശുവിനെ ഒഫൻഡ് ചെയ്തിരുന്നു. ആ പശുവിനെ ക്രോസ് ചെയ്ത സമയത്ത് അങ്ങ് റെസ്പെക്ട്സ് ഓഫർ ചെയ്തില്ല, അതുകൊണ്ടാണ് ഇങ്ങനെ സംഭവിച്ചത് എന്ന് പറയും. എന്നിട്ട് ഒരു നന്ദിനി എന്ന് പേരുള്ള ഒരു പശുവിനെ ഈ രാജാവിന് ഗിഫ്റ്റ് ചെയ്യും. എന്നിട്ട് പറയും, ഈ പശുവിനെ നല്ലപോലെ സെർവ് ചെയ്യണം, നല്ല വിശ്വാസത്തോടു കൂടി ഈ പശുവിനെ സെർവ് ചെയ്യണം എന്ന് പറയും. അങ്ങനെ ഈ ഗുരുവിന്റെ ഇൻസ്ട്രക്ഷൻ കേട്ടിട്ട് ദിലീപ് ഈ നന്ദിനി എന്ന് പറഞ്ഞ പശുവിനെയും കൊണ്ട് അദ്ദേഹത്തിന്റെ താമസ സ്ഥലത്തേക്ക്, അദ്ദേഹത്തിന്റെ രാജ്യത്തേക്ക് പോകും. അവിടെ പോയിട്ട് ഈ പശുവിനെ സ്വയം ടേക്ക് കെയർ ചെയ്യാൻ തുടങ്ങും. അതിനെ മേയാൻ കൊണ്ടുപോകുന്നതും കാട്ടിൽ കൊണ്ടുപോകും, അതിന്റെ കൂടെ ടൈം സ്പെൻഡ് ചെയ്യും. അങ്ങനെ ഒരിക്കൽ ഈ രാജാവും ഈ നന്ദിനി എന്ന് പറഞ്ഞ പശുവും കൂടെ വളരെ കാണാൻ നല്ല മനോഹരമായ ഒരു സ്ഥലത്ത് പോകും. അപ്പൊ അവിടെ ഇങ്ങനെ ആ പ്രകൃതിയുടെ ഭംഗി ആസ്വദിച്ച് ഈ രാജാവ് ഇരിക്കുന്ന സമയത്ത് പെട്ടെന്ന് അദ്ദേഹം റിയലൈസ് ചെയ്യും ആ പശു കൂടെ ഇല്ല. അദ്ദേഹം തിരിഞ്ഞു നോക്കി നന്ദിനി നന്ദിനി എന്ന് വിളിച്ചിങ്ങനെ നോക്കും. ആ നോക്കുന്ന സമയത്ത് അദ്ദേഹം നോക്കുന്നത് ആ നന്ദിനിയുടെ അടുത്ത് ഒരു സിംഹം നിൽക്കുകയാണ്. ആ സിംഹം നന്ദിനിയെ കടിച്ചു തിന്നാനായിട്ട് റെഡിയായി നിൽക്കുക. അപ്പം ഈ രാജാവ് പെട്ടെന്ന് ചെന്നിട്ട് ആ സിംഹത്തിന്റെ അടുത്ത് പറയും, നന്ദിനി ഒന്നും ചെയ്യരുത്. അപ്പൊ ആ സിംഹം പറയും, എന്റെ പേര് കുംഭോദര എന്നാണ്, എനിക്ക് ലോർഡ് ശിവ അതോറിറ്റി തന്നിട്ടുണ്ട് ഈ ഒരു വനത്തില് അനുവാദം കൂടാതെ വരുന്ന ആരെയും എനിക്ക് അറ്റാക്ക് ചെയ്യാനുള്ള അവകാശമുണ്ട്, അതിനുള്ള പെർമിഷൻ എനിക്ക് കിട്ടിയിട്ടുണ്ട് എന്ന് പറയും. അപ്പൊ ദിലീപ് എന്ന് പറഞ്ഞ രാജാവ് പറയും, ആ ഒരു പശുവിനെ അറ്റാക്ക് ചെയ്യുന്നതിന് വരെ എന്നെ കൊന്നോളൂ എന്ന്. അപ്പൊ ആ ഒരു സിംഹം ചോദിക്കുന്നത്, നിങ്ങളൊരു രാജാവല്ലേ, രാജാവ് ശരിക്കും രാജ്യം ഭരിക്കേണ്ടതും രാജ്യഭാരം രാജ്യത്തുള്ള എല്ലാ സുഖ സൗകര്യങ്ങളോടും ജീവിക്കേണ്ട ആളാണ്, എന്തിനാണ് ഒരു പശുവിന് വേണ്ടി സ്വന്തം ജീവൻ കളയുന്നത്? അപ്പൊ ദിലീപ് പറയും, ഈ നന്ദിനി എന്ന് പറഞ്ഞ പശുവിനെ എനിക്ക് എന്റെ ഗുരു തന്നതാണ്. ആ ഗുരുവിന്റെ ആജ്ഞയും ഈ നന്ദിനി എന്നുള്ള പശുവിന്റെ പ്രൊട്ടക്ഷനും എനിക്ക് എന്റെ ജീവനെക്കാട്ടിൽ വലുതാണ്. എനിക്ക് എന്റെ രാജ്യവും രാജ്യത്തെ സുഖത്തെക്കാട്ടില് ഇത് ഈ ഒരു പാവപ്പെട്ട ഒരു ജീവിയാണ്, ഇതിനെ പ്രൊട്ടക്ട് ചെയ്യുന്നതാണ് ഇമ്പോർട്ടന്റ് എന്ന് തോന്നുന്നു എന്ന് പറയും. അപ്പം ആ സിംഹത്തിന് രാജാവിന്റെ സിൻസിയറിറ്റി മനസ്സിലായിട്ട് ആ പശുവിനെ വെറുതെ വിടും.
ആ ഒരു സമയത്ത് അവിടുന്ന് സിംഹം അപ്രത്യക്ഷനാവും. ശരിക്കും നന്ദിനിയുടെ തന്നെ ഒരു ഇല്യൂഷൻ ക്രിയേറ്റ് ചെയ്തതാണ്. നന്ദിനിയുടെ കഴിവ് കൊണ്ട് ഒരു ഇല്യൂഷൻ ക്രിയേറ്റ് ചെയ്ത് ഈ രാജാവിന് ശരിക്കും നന്ദിനിയുടെ അടുത്ത് ഇഷ്ടമുണ്ടോ, ശരിക്കും ആത്മാർത്ഥമായിട്ടാണോ അതിനെ പ്രൊട്ടക്ട് ചെയ്യുന്നതെന്ന് അറിയാനായിട്ട് ചെയ്തൊരു കാര്യമായിരുന്നു. രാജാവിന്റെ സിൻസിയറിറ്റിയെ ടെസ്റ്റ് ചെയ്യാൻ വേണ്ടിയിട്ട്. എന്നിട്ട് രാജാവിന്റെ അടുത്ത് നന്ദിനി എന്തെങ്കിലും ബ്ലെസ്സിങ്സ് വേണോ എന്ന് ചോദിക്കുന്ന സമയത്ത് രാജാവ് പറയും എനിക്ക് ഇങ്ങനെ ഒരു പുത്രനെ വേണം എന്നുള്ളൊരു ആഗ്രഹമുണ്ട്. നന്ദിനി രാജാവിനെ ബ്ലെസ് ചെയ്ത് രാജാവിന് നല്ലൊരു പുത്രനെ കിട്ടും. എല്ലാവർക്കും മനസ്സിലായോ ഈ സ്റ്റോറി? അഭിരാം, അന്നെ കേൾക്കാൻ പറ്റുന്നുണ്ടോ? ശുഭാംഗി, കേൾക്കുന്നുണ്ടല്ലോ അല്ലേ ശുഭാംഗി? കേക്കാം. മാതാജി എന്റെ ചോദ്യം കേട്ടില്ല മാതാജി. ഇതില് ഫോളോ ചെയ്യുന്നുണ്ടല്ലോ എന്ന് ചോദിക്കായിരുന്നു മാതാജി. മനസ്സിലാവുന്നുണ്ടല്ലോ? ഉണ്ട്, കേട്ടോണ്ടിരിക്കുന്നുണ്ട് ഇവിടെ. ഞാൻ വേറെ സ്ഥലത്തായോണ്ട് വേറെ ക്ലാസ് ഉണ്ടായിരുന്നു മാതാജി. അപ്പൊ അവൻ ഓണാക്കാൻ ലോക്ക് ആയിട്ടിരിക്കുന്നോണ്ടാ പറ്റാത്തെ. കേൾക്കുന്നുണ്ടോ? പറ്റുമെങ്കിൽ വീഡിയോ ഇടാൻ മതി. അപ്പം ഞാൻ അവന്റെ കേട്ടോണ്ടിരിക്കും അത്. ശരി. ഇപ്പൊ നമ്മൾ ആദ്യം കേട്ടത് ദിലീപ് എന്നുള്ള രാജാവിന്റെ കൈൻഡ്നെസ്സിനെ കുറിച്ചാണ്, അദ്ദേഹത്തിന്റെ സ്റ്റോറിയാണ്. ഇനി അടുത്ത് നമ്മൾ ഷിബി മഹാരാജിന്റെ ഒരു ചെറിയ കഥയും കൂടെ കേൾക്കാം. ഷിബി മഹാരാജ് ശരിക്കും അദ്ദേഹത്തിന്റെ ദാനധർമ്മങ്ങൾക്ക് വേണ്ടി അറിയപ്പെടുന്ന ഒരു രാജാവാണ്. അദ്ദേഹം ആരദ്ദേഹത്തിന്റെ അടുത്ത് എന്ത് സഹായം ചോദിച്ചു വന്നാലും അദ്ദേഹം ഹെൽപ്പ് ചെയ്യുമായിരുന്നു. ഒരു ഡിസ്ക്രിമിനേഷനും ഇല്ലാതെ ഹെൽപ്പ് ചെയ്യുന്ന ഒരു രാജാവായിരുന്നു. ഒരു ദിവസം ഒരു പരുന്ത് ഒരു പ്രാവിനെ ചേസ് ചെയ്തുകൊണ്ടിരിക്കുകയായിരുന്നു. പ്രാവ് ജീവൻ രക്ഷിക്കാൻ വേണ്ടി പിന്നെ പലയിടത്ത് ഒളിക്കാൻ ശ്രമിക്കുമ്പോഴും പരുന്ത് കൂടെ തന്നെ വന്ന് ആ പ്രാവിനെ ഭക്ഷിക്കാൻ വേണ്ടിയിട്ട് നോക്കുകയാണ്. അപ്പൊ അവസാനം ഈ പ്രാവ് എങ്ങനെയെങ്കിലും പറന്നിട്ട് ഷിബി മഹാരാജന്റെ കൊട്ടാരത്തിൽ വന്ന് അദ്ദേഹത്തിന്റെ മടിയിൽ കയറിയിരിക്കും. പറയും ഞാനൊരു അഭയം പ്രാപിച്ചിവിടെ വന്നതാണ്, എന്റെ ലൈഫ് എങ്ങനെയെങ്കിലും സേവ് ചെയ്യണം. അപ്പൊ രാജാവ് കമ്പാഷനേറ്റ് ആയിട്ടുള്ള ഒരു രാജാവായിട്ട് അദ്ദേഹം പറയും പേടിക്കണ്ട, ഞാൻ നിന്നെ എല്ലാ ആപത്തിൽ നിന്നും രക്ഷിക്കാം. അത് ഞാൻ നിനക്ക് തരുന്ന വാക്കാണ്. നീ എന്റെ അടുത്ത് വന്ന് ഷെൽട്ടർ എടുത്തതുകൊണ്ട് ഞാൻ നിന്നെ എല്ലാ ആപത്തിൽ നിന്നും രക്ഷിക്കാം എന്ന് പറയും. ഈ പ്രാവിന്റെ പുറകെ തന്നെ അതിനെ പിടിക്കാനായിട്ട് അതിനെ കഴിക്കാനായിട്ട് അതിന്റെ പുറകെ വന്നിരുന്ന പരുന്തും വരും. ആ പരുന്തും രാജാവിന്റെ മുമ്പിൽ വരും. എന്നിട്ട് ഈ പ്രാവിനെ കണ്ടിട്ട് രാജാവിന്റെ അടുത്ത് പറയും അത് എന്റെ ആഹാരമാണ്, ഞാൻ ഇത്രയും നേരം അതിനെ ഓടിച്ച് ഭക്ഷിക്കാൻ വേണ്ടിയിട്ട് ഞാൻ ഒരുപാട് പ്രയത്നിച്ചതാണ്, എനിക്ക് നല്ലപോലെ വിശക്കുന്നുണ്ട്, എനിക്ക് അതിനെ കഴിക്കാൻ വേണം, അങ്ങ് അതിനെ ഒളിച്ചു വെക്കരുത് എന്ന് പറയും, അതിനെനിക്ക് തിരിച്ചു വേണം. അപ്പം അദ്ദേഹം ഒരു റൈറ്റിയസ് ആയിട്ടുള്ള ഒരു കിങ് ആയതുകൊണ്ട് അദ്ദേഹം രണ്ട് രീതിയിലും ഇപ്പം ഈ ഒരു പരുന്തിന്റെ ആവശ്യവും ജെന്യുവൻ ആണ്. കാരണം അതിനെ ഭക്ഷിക്കാൻ വേണ്ടിയിട്ട് അത് ഇത്രയും നേരം ഓടിച്ചുകൊണ്ട് വന്ന ഒരു പക്ഷിയാണ്, ചേസ് ചെയ്തുകൊണ്ട് വന്ന പക്ഷി ആയതുകൊണ്ട് അതിന് ആഹാരം കഴിക്കണം എന്നുള്ളതും ഒരു ജെന്യുവൻ ആയിട്ടുള്ള കാര്യമാണ്. അപ്പൊ ഇനി എന്ത് ചെയ്യും എന്ന് അദ്ദേഹം ഇങ്ങനെ ചിന്തിക്കുകയും പ്രാവിന്റെ അടുത്ത് വാക്കും കൊടുത്തു പോയി അതിനെ രക്ഷിക്കാം. പരുന്തിന്റെ വിശപ്പിനെയും ഇത് ചെയ്യാൻ പറ്റില്ല, അത് വേണ്ടാന്ന് വെക്കാനും പറ്റില്ല. അപ്പം രാജാവ് പരുന്തിന്റെ അടുത്ത് പറയും കൊച്ചു പക്ഷിയല്ലേ, ഇതിന്റെ ലൈഫ് എടുക്കാതെ ഞാൻ വേറെ എന്തെങ്കിലും തരാം, വിശപ്പടങ്ങിയാൽ മതിയല്ലോ, അതിന് പകരം ഞാൻ വേറെ എന്തെങ്കിലും കഴിക്കാൻ തരാം. അപ്പം പരുന്ത് പറയും എനിക്ക് വേറെ ഒന്നും വേണം, ഞാൻ ഇത്രയും കഷ്ടപ്പെട്ട് ഈ പ്രാവിനെ ഓടിച്ചതാണ്, എനിക്ക് ഇതിനെ തന്നെ വേണം, ഞാൻ വേട്ടയാടി കൊണ്ടുവന്നാണ് ഇവിടെ വരെ, അപ്പൊ എനിക്ക് അതിനെ തന്നെ കഴിക്കണം. രാജാവ് പിന്നെയും പറഞ്ഞു നോക്കും ഇതൊരു പാവപ്പെട്ട ഒരു പക്ഷിയല്ലേ, അത് എന്റെ ശരണം പ്രാപിച്ചാണ് ഇവിടെ വന്നത്, അപ്പൊ അതിനെ പ്രൊട്ടക്ട് ചെയ്യാൻ ഞാൻ വാക്ക് കൊടുത്തു പോയി, ഇനി അതെന്റെ ഡ്യൂട്ടിയാണ്, അതെനിക്ക് വേണ്ടെന്ന് വെക്കാനും പറ്റില്ല. പരുന്ത് ഇല്ല, ഈ പ്രാവിനെ തന്നെ കഴിക്കണം എന്ന് നിർബന്ധം പിടിക്കും. അവസാനം ഒരുപാട് സംസാരിച്ചു കഴിയുമ്പം ഒരു കണ്ടീഷനിൽ ഞാൻ ഈ പ്രാവിനെ വെറുതെ വിടാം എന്ന് പറയും. ഈ ഒരു പക്ഷിയുടെ തുല്യമായ അളവിൽ മാംസം ഈ രാജാവിന്റെ ശരീരത്തിൽ നിന്ന് എനിക്ക് തരികയാണെങ്കിൽ ഞാൻ ആ പക്ഷിയെ വെറുതെ വിടാം. അപ്പൊ രാജാവ് മനസ്സിൽ ചിന്തിക്കും ഇത് നല്ലൊരു കാര്യമാണ്, എന്റെ ശരീരത്തിൽ നിന്ന് ശകലം മാംസം പോയാലും ആ പക്ഷി മരിക്കില്ലല്ലോ, പക്ഷിക്ക് രക്ഷപ്പെടാനുള്ള ഒരു അവസരം കിട്ടും, എനിക്ക് കുറച്ച് മാംസം നഷ്ടപ്പെട്ടെന്ന് പറഞ്ഞാൽ എന്റെ ജീവൻ നഷ്ടപ്പെടുകയൊന്നുമില്ല.
പക്ഷിയെ രക്ഷിക്കാനും പറ്റും, ഈ പ്രാവിനെ രക്ഷിക്കാനും എനിക്ക് പറ്റും, അതിന് കൊടുത്ത വാക്കും പാലിക്കാൻ പറ്റും. അപ്പൊ അദ്ദേഹം സന്തോഷത്തോടെ അത് അക്സെപ്റ്റ് ചെയ്യും. ശിബി എന്നിട്ട് ശിബി മഹാരാജാവ് ചെയ്യാനായിട്ട് അളവ് വെയിങ് സ്കെയിൽ പോലെ കൊണ്ടുവരും. അപ്പം അതേ അളവിൽ മാംസം മുറിച്ചെടുക്കണമല്ലോ. അപ്പൊ അതിനായിട്ട് ഒരു കത്തി ഇത് രണ്ടും കൊണ്ടുവരും, ത്രാസ് കൊണ്ടുവരും. അങ്ങനെ കൊണ്ടുവരുന്ന സമയത്ത് ഈ പ്രാവിനെ ഒരു സൈഡിൽ ഇരുത്തിയിട്ട് രാജാവ് മറ്റൊരു സൈഡിൽ കുറച്ച് മാംസം ശരീരത്തിൽ നിന്ന് മുറിച്ചു വെക്കും. പക്ഷെ പ്രാവിരുന്ന ത്രാസ് തന്നെയാണ് താന്നിരുന്നത്, അത് പൊങ്ങി വരുന്നില്ല. അദ്ദേഹം പിന്നെയും ഇത് ചെയ്തിട്ട് പിന്നെ 2-3 പ്രാവശ്യമായിട്ടും ഈ പ്രാവിന്റെ ഇത് പൊങ്ങി വരാത്തത് കൊണ്ട് അദ്ദേഹം എന്ത് ചെയ്യും, അദ്ദേഹം മൊത്തത്തോടെ കയറി അതിലിരിക്കും. ഇനിയിപ്പോ എന്റെ ഈ ശരീരം, എന്റെ ഈ ജീവൻ ത്യജിച്ചാലെങ്കിലും പ്രാവിന്റെ ലൈഫ് രക്ഷപ്പെടുമല്ലോ എന്നുള്ള രീതിയിൽ. അപ്പം ഇങ്ങനെ ഒരു സാക്രിഫൈസിനെ കുറിച്ച് ആരും അങ്ങനെ കേട്ടിട്ടില്ല. ഒരു പക്ഷിക്ക് വേണ്ടി സ്വന്തം ജീവൻ കൊടുക്കാൻ ഒരു രാജാവ് തയ്യാറാവുന്നത്. അന്ന് ആ ഒരു സമയത്ത് അവിടെ ഉണ്ടായിരുന്ന പ്രാവും പരുന്തും അപ്രത്യക്ഷരായിട്ട് വായുദേവനും അഗ്നിദേവനും ആയിട്ട് അവിടെ വരും. ഇന്ദ്രനും അഗ്നിദേവനുമായിട്ട് അവിടെ വരും. അവര് ഈ ശിബി മഹാരാജന്റെ ദാനധർമ്മങ്ങളെ കുറിച്ച് കേട്ടിട്ട് അതില് അദ്ദേഹത്തിനെ ടെസ്റ്റ് ചെയ്യാനായിട്ട്, കാരണം നമ്മള് ഏതൊരു സിറ്റുവേഷനിലേക്ക് കൈൻഡ് ആയിട്ടുള്ള ഒരാള് എത്ര ചാലഞ്ചിങ് സിറ്റുവേഷൻ വന്നാലും അങ്ങനെ കണ്ടിന്യൂ ചെയ്യും. അപ്പം ഇത് അദ്ദേഹം സൂപ്പർഫിഷ്യൽ ആയിട്ട് കാണിക്കുകയാണോ അതോ അദ്ദേഹം സ്വതവേ അങ്ങനെ ഒരു സ്വഭാവമുള്ള ആളാണോ ടെസ്റ്റ് ചെയ്യാൻ വേണ്ടി വരുന്നതാണ്. ദേവതകളെല്ലാം അദ്ദേഹത്തിനെ ബ്ലെസ് ചെയ്യും. ആകാശത്ത് നിന്ന് പുഷ്പവൃഷ്ടിയൊക്കെ നടത്തും. അപ്പം ഈ ഒരു 2 സ്റ്റോറിയുടെയും മോറലായിട്ട് ഇവിടെ പറയുന്നത്, ഒരു നോബിൾ ആയിട്ടും കൈൻഡ് ഹാർട്ടഡ് ആയിട്ടുള്ള ഒരാള് ഒരിക്കലും താൻ കൊടുത്ത വാക്ക് പാലിക്കാതിരിക്കില്ല. അത് ഏതൊരു സിറ്റുവേഷനിലായാലും, സ്വന്തം ജീവന് അപകടം വരുന്ന ഒരു സിറ്റുവേഷൻ ആയാലും ആ കൊടുത്ത വാക്കും പാലിച്ച് മറ്റ് ജീവികളോട് കരുണയോടെ ബിഹേവ് ചെയ്യാനും ശ്രമിക്കും. അപ്പൊ ഈ ഒരു 2 സ്റ്റോറീസും നമ്മൾ മനസ്സിലാക്കുന്നത് കൈൻഡ്നെസ്സിനെ കുറിച്ചാണ്. അപ്പൊ ആദ്യത്തെ 2 ക്ലാസ്സിൽ നമ്മൾ കേട്ട ഡിറ്റർമിനേഷനും സ്പിരിച്വൽ വിഷനും, മൂന്നാമത് ഇപ്പൊ നമ്മൾ കേട്ടത് കൈൻഡ്നെസ്സിനെ കുറിച്ചാണ്. അപ്പൊ എല്ലാവർക്കും ഇത് മനസ്സിലായോ? എന്തെങ്കിലും മനസ്സിലാവാതെ ഉണ്ടോ? മനസ്സിലായി മാതാജി. എന്തെങ്കിലും ചോദിക്കാനുണ്ടോ? നമുക്ക് ആദ്യം തൊട്ട് നമ്മൾ പഠിച്ച ശ്ലോകങ്ങൾ ഒന്നുകൂടെ ഒന്ന് ഓർത്തെടുത്തിട്ട് നമുക്ക് ഇന്നത്തെ സെഷൻ എൻഡ് ചെയ്യാം. ആദ്യത്തെ നമ്മള് ഡിറ്റർമിനേഷനെ കുറിച്ച് പഠിച്ച് ആ സ്റ്റോറിയിൽ ഉണ്ടായിരുന്ന ശ്ലോകമാണ് വ്യവസായാത്മിക ബുദ്ധിര. നമുക്ക് ഒന്നുകൂടെ പറയാം, കൂടെ പറയണം എല്ലാവരും. വ്യവസായാത്മിക ബുദ്ധി ഏകേഹ കുരു നന്ദന കുരു ചന്ദന ബഹുശാഖാ ഹി അനന്തശ്ച ബുദ്ധയോ അവ്യവസായിനം. അടുത്ത ശ്ലോകം വിദ്യാവിനയ സമ്പന്നേ ബ്രാഹ്മണേ ഗവിഹസ്തിനി ഹസ്തിനി സുനീചൈവ സ്വപാകേ ച സുനീചൈവ സ്വപാതേ ച പണ്ഡിതഃ സമദർശിനഃ. പണ്ഡിതഃ സർവദർശിനഃ. ഇന്ന് പഠിച്ച ശ്ലോകം ഒരിക്കൽ കൂടെ പറയാം. അദ്വേഷ്ടാ സർവഭൂതാനാം മൈത്രഃ കരുണ ഏവ ച കരുണ ഏവ ച നിർമമോ നിരഹങ്കാരഃ നിർമമോ നിരഹങ്കാരഃ സമദുഃഖ സുഖക്ഷമീ.
സമാധിക്കാ സുഖാക്ഷമി. വേറെ ക്വസ്റ്റ്യൻ ഒന്നും ഇല്ലെങ്കിൽ നമുക്ക് ഇന്നത്തെ സെഷൻ ഇവിടെ എൻഡ് ചെയ്യാം. ഹരേ കൃഷ്ണ. ഹരേ കൃഷ്ണ മാജി. താങ്ക് യു മാജി, താങ്ക് യു. നമുക്ക് ഒരു ഗ്രൗണ്ട് വർക്കും കൂടെ ചെയ്യാനുണ്ട്, സമയം കിട്ടാത്തതുകൊണ്ട് ചേർത്തതാണ്. നമുക്ക് കുറച്ചുകൂടെ പാർട്ടിസിപ്പൻസിന്റെ എണ്ണം കൂട്ടാൻ മാജി. പക്ഷെ നമ്മൾ റെഗുലർ ആയിട്ട് നടത്തിയാൽ മാത്രമേ പാർട്ടിസിപ്പൻസ് കൂടത്തുള്ളൂ. അതുകൊണ്ട് കുറച്ച് നേരത്തേക്ക് ആണെങ്കിലും നമ്മൾ റെഗുലർ ആയിട്ട് നടത്തിയാൽ മാത്രമേ ഇത് പ്രോഗ്രാം സക്സസ് ആവത്തുള്ളൂ. മാതാജി മുന്നോട്ട് വരുന്നതിൽ വളരെ സന്തോഷം. നമുക്ക് ആൾക്കാരുടെ എണ്ണം കൂട്ടാനുള്ള സംവിധാനം ചെയ്യാം മാതാജി. ഓക്കെ മാതാജി, നന്ദി മാതാജി, വളരെ നന്ദി. താങ്ക് യു മാതാജി. കണ്ടെത്തുന്നു.